Hi there, welcome back once again. So, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CSSലുള്ള ഫോൺ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CSS ലിസ്റ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നമ്മൾ ലിസ്റ്റുകൾ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ HTML സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റുകൾ? അൺഓർഡേഡ് ലിസ്റ്റ് ആൻഡ് ഓർഡേഡ് ലിസ്റ്റ്. ഓക്കെ, അൺഓർഡേഡ് ലിസ്റ്റും ഓർഡേഡ് ലിസ്റ്റുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അൺഓർഡേഡ് ലിസ്റ്റും ഓർഡേഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ HTML സെക്ഷൻ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ HTML സെക്ഷനിൽ നമ്മൾ ഏതൊക്കെ ലിസ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്? അൺഓർഡേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് UL ടാഗാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. UL ടാഗ് ഉപയോഗിച്ചിട്ടാണ് അൺഓർഡേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് UL ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ലിസ്റ്റ് ഐറ്റം, അൺഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിലും ഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഐറ്റംസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ടാഗാണ് ഉപയോഗിക്കേണ്ടത്? LI എന്ന് പറഞ്ഞ ടാഗാണ്, ലിസ്റ്റ് ഐറ്റം ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് എന്ത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്താലും അത് ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ്, ഇപ്പം ഞാനത് അൺഓർഡേഡ് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ലിസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ മൾട്ടിപ്പിൾ ലിസ്റ്റ് ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഓർഡേഡ് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ നമ്മൾ OL ടാഗാണ് ഉപയോഗിക്കേണ്ടത്. OL ടാഗ് ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് സെയിം ആയിട്ടുള്ള LI ടാഗ് തന്നെ ഉപയോഗിക്കാം ലിസ്റ്റ് ഐറ്റത്തിന് വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലിസ്റ്റ് ഐറ്റംസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ കുറച്ചും കൂടെ ലിസ്റ്റ് ഐറ്റം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് ഓർഡേഡ് ലിസ്റ്റും അൺഓർഡേഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിന് സ്റ്റൈൽസ് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് UL ടാഗിന് ഡയറക്റ്റ് ആയിട്ട് സ്റ്റൈൽസ് കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഫോണ്ട് സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി ഇപ്പം ഞാനിവിടെ ഒരു അൺഓർഡേഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓർഡേഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഡിഫറെൻറ്റ് ടാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് സെലക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ UL സെലക്ടറാണ്, അതായത് ടാഗ് സെലക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ UL സെലക്ടറാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ UL സെലക്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടാഗ് സെലക്ടർ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടാഗ് സെലക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ തന്നെ എനിക്ക് OL ടാഗിനും ഇതേ പ്രോപ്പർട്ടി തന്നെ കൊടുക്കണം. അതായത് ഫോണ്ട് സൈസ് 3M എന്ന് പറഞ്ഞ് ഇതേ പ്രോപ്പർട്ടി തന്നെ കൊടുക്കണം. അതിൽ നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ OL ടാഗ് ഉപയോഗിക്കാം. അതിനുശേഷം കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, ഫോണ്ട് സൈസ് നമ്മൾ 3EM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ മൾട്ടിപ്പിൾ, അതായത് ഇങ്ങനെ നമ്മൾ കോഡ് എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കോഡ് എഴുതേണ്ടി വരും. ഈ സാഹചര്യത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ കോഡുകൾ, അതായത് മൾട്ടിപ്പിൾ ടാഗ് സെലക്ടേഴ്സ്, ഏത് സെലക്ടേഴ്സ് ആണെങ്കിലും ID സെലക്ടേഴ്സ് ആണെങ്കിലും ക്ലാസ് സെലക്ടേഴ്സ് ആണെങ്കിലും മൾട്ടിപ്പിൾ സെലക്ടേഴ്സിന് ഒരേ പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുക. അതായത് ആദ്യത്തെ സെലക്ടർ ഉള്ളിടത്ത് ഒരു കോമ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ UL ടാഗിനാണ് പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത്. OLന് പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് OLും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിസൾട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ OL റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഈ ഒരു പ്രോപ്പർട്ടി പോകുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചാൽ സേവ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രോപ്പർട്ടി പോയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് കോമ ഇട്ടിട്ട് OL എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത്? OL ടാഗിനുള്ള പ്രോപ്പർട്ടീസാണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത് നമുക്കിപ്പം ഞാനിവിടെ ഒരു ടാഗ് സെലക്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇൻ കേസ് നിങ്ങൾ OLന് ID ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒരു ID കൊടുത്ത് കാണിച്ചു തരാം. എന്ത് സെലക്ടർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പം IDക്ക് DOT എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഡോട്ടാണ് ID സെലക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ജസ്റ്റ് ഡോട്ട് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിവിടെ നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഇവിടെ ഇതിൻ്റെ അകത്ത് മാസ്റ്റർ G എന്ന് കൊടുക്കാം. ഓക്കെ, മാസ്റ്റർ G എന്ന് കൊടുത്തിട്ടുണ്ട്. ID സെലക്ടർ ഉപയോഗിക്കുമ്പം നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാഷ് സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഹാഷ് സിമ്പിൾ ഇട്ടിട്ട് മാസ്റ്റർ G എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ID സെലക്ടർ ഉപയോഗിച്ചതുകൊണ്ട് ആ പ്രോപ്പർട്ടി അതേപോലെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് എന്തെങ്കിലും വേറെ Fഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ഓക്കെ, കാരണം ഇത് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, സോറി, ID എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ, അതായത് ഡിഫറെൻറ്റ് വേർഡാണ്. ഓക്കെ, ഇനി ID കേസ് സെൻസിറ്റീവ് ആണെന്നും കൂടെ നമുക്ക് നോക്കാം. ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജുകളും കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ ജാവ ലാംഗ്വേജ് ഒക്കെ എഴുതുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ Pയുടെ സ്ഥാനത്ത് സ്മാൾ ലെറ്റർ P എഴുതി കഴിഞ്ഞാൽ അവിടെ എറർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, HTML അങ്ങനത്തെ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ല. CSSലും അങ്ങനത്തെ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ M കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ IDs ഒക്കെ കൊടുക്കുമ്പം നമുക്ക് കേസ് സെൻസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അതായത് മാസ്റ്റർ G, അതായത് കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞത് ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ എമ്മും ഇവിടെ കൊടുത്തിരിക്കുന്ന സ്മാൾ ലെറ്റർ എമ്മും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. IDസും ക്ലാസസ് നെയിമും അതുപോലെ തന്നെയാണ്.
പക്ഷേ HTML-ഉം CSS-ഉം കേസ് സെൻസിറ്റീവ് അല്ല. ഉദാഹരണത്തിന് ഞാനിവിടെ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോണ്ടിൽ ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്, സേവ് ചെയ്യുവാണ്. ഒരു ഡിഫറൻറ്റും വന്നിട്ടില്ല. അതായത് ഈ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി FONT സൈസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തപ്പോഴും ഇവിടുത്തെ പ്രോപ്പർട്ടീസിൽ എനിക്കൊരു വ്യത്യാസം വന്നിട്ടില്ല. ഞാൻ ഈ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം ഇവിടെ UL എന്ന് ഈ UL കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാലും പ്രശ്നം നമുക്ക് വരത്തില്ല. ഉദാഹരണത്തിന് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലും ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. UL എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ ഇവിടെയും സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യാതൊരു ഡിഫറൻസും വന്നിട്ടില്ല. അൺഓർഡേഡ് ലിസ്റ്റിന് ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, അപ്പം HTML-ഉം CSS-ഉം കേസ് സെൻസിറ്റീവ് അല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ക്ലാസസ് IDs, അതായത് സെലക്ടേഴ്സിൽ ക്ലാസസ് സെലക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ID സെലക്ടേഴ്സ് ആണെങ്കിലും കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അത് നമ്മൾ മറക്കാൻ പാടില്ല. HTML CSS-ഉം കേസ് സെൻസിറ്റീവ് അല്ല. പക്ഷേ ക്ലാസസ് ആൻഡ് IDs അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടേം, അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ് ID എന്ത് ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഞാൻ UL എന്ന് പറഞ്ഞ സ്മാൾ ലെറ്ററിൽ UL ആണ് കൊടുക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. LI, ഇനിയിപ്പം ഈ LI നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. LI എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം ഈ HTML-ഉം CSS-ഉം കേസ് സെൻസിറ്റീവ് അല്ല. അപ്പം ഇവിടെ ഞാൻ ഫോണ്ട് സൈസ് എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് ഫോണ്ട് മുഴുവനായിട്ട് ക്യാപിറ്റൽ ലെറ്റർ എഴുതണമെങ്കിലും അങ്ങനെയും എഴുതാം. ഓക്കെ, ഫോണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സേവ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, മുഴുവനായിട്ട് ഫോണ്ടിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് ഇങ്ങോട്ട് നോക്കിയാലും യാതൊരു ഡിഫറൻസും വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ IDs ആൻഡ് ക്ലാസസ് കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ID മാത്രമല്ല, ഇപ്പം ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് CSS സെൽസ് എഴുതാൻ സാധിക്കും. ഇവിടെ ID മാത്രമല്ല ക്ലാസ്സും ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ക്ലാസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡോട്ട് സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഡോട്ട് എഴുതി ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോട്ട് എഴുതി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് വരുന്നത്, ഒരു ഡിഫറൻസും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ക്ലാസ് സെലക്ടേഴ്സും നമുക്കിതുപോലെ കോമ ഇട്ടിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, കോമ ഇടാതെ എഴുതി കഴിഞ്ഞാൽ കണ്ടോ, കോമ ഇടാതെ എഴുതി കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മൾ കോമ ഇടണം. കോമ ഇടാതെ എഴുതാൻ മഴക്കുന്നത്. സാധാരണ നമ്മൾ CSS പ്രോപ്പർട്ടീസ് എല്ലാം എഴുതുമ്പം കോമ എഴുതാതെ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഷോർട്ട് ഹാൻഡ് ടേംസ് എല്ലാം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് കോമാസ് നമ്മൾ ആഡ് ചെയ്യത്തില്ല. പക്ഷേ ഇതുപോലെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതുമ്പോൾ കോമ മസ്റ്റാണ്, അത് മറക്കാൻ പാടില്ല. ഓക്കെ, ഇതും ഇൻ്റർവ്യൂസിൽ കാരണം കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, ഒരേ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒരു ക്ലാസ്സിനും ഒരു IDക്കും കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണത് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ഹാൻഡ് ടേംസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് കോഡ് എഴുതാതിരിക്കുന്നതിനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് കുറേ ഐറ്റംസിന് ഒരേ പ്രോപ്പർട്ടി കൊടുക്കേണ്ട ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ ഇങ്ങനെ കോമ ഇട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിനും വേണ്ടി മാത്രം കോഡ് എഴുതാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കോഡ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ അതിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കോഡ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ. അതായത് പിന്നീട് നമ്മൾ ഈ കോഡ് നോക്കുമ്പോൾ ഒരുപാട് CSS ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം CSS-ൻ്റെ ഫയൽ സൈസ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസറിന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് നന്നായിട്ട് കൂടും. ഓക്കെ, അതുപോലെ തന്നെ ബ്രൗസേഴ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ ഫാസ്റ്റ് ആയിരിക്കും, ഫയൽ സൈസ് കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യുമ്പോൾ അതായത് നമ്മളൊരു എൻ്റയർ വെബ് പേജിന് മുഴുവനായിട്ട് ഒരു CSS കോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഈവൻ ബാൻഡ് വിത്ത് കുറവാണെങ്കിൽ പോലും സെൻഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനായിട്ടും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ഒരുമിച്ച് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി മുതൽ നമ്മൾ ഇങ്ങനെ പ്രോപ്പർട്ടീസ് കൊടുത്ത് പഠിക്കുക. ഇങ്ങനെ പ്രോപ്പർട്ടീസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് UL-ൻ്റെ അകത്തുള്ള LIക്കും ഇതുപോലെ പ്രോപ്പർട്ടീസ് കൊടുക്കാം. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നതും വേറെ കുറേ രീതിയും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ചൈൽഡ് എലിമെൻറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ആരോസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മൾ പതുക്കെ അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ UL ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓർഡേഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അൺഓർഡേഡ് ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അൺഓർഡേഡ് ലിസ്റ്റിന് മാത്രമായിട്ട് ഞാനൊരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അൺഓർഡേഡ് ലിസ്റ്റിന് മാത്രമായിട്ട് പ്രോപ്പർട്ടി കൊടുക്കണം. ഈ UL എഴുതിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രോപ്പർട്ടി കൊടുക്കാം. ഓക്കെ, UL എഴുതിയിട്ട്
ഓക്കെ, ഇവിടെ ഞാൻ ഓയിൽ തന്നെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ക്ലാസ് ഐ ഡി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഓയിൽ മാത്രം കൊടുക്കാൻ പോവാണ്. ഇവിടെ ഓയിലിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പോകണം. ഓക്കെ, ഓയിൽ. ഓക്കെ, ഇപ്പോൾ ഓർഡർ ലിസ്റ്റും അൺഓർഡർ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി യു എല്ലിന് മാത്രമായിട്ട് ഞാനൊരു പ്രോപ്പർട്ടി കൊടുക്കണം. എന്ത് പ്രോപ്പർട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യു എല്ലിന് ഇവിടെ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഈ സിമ്പിൾ എന്ന് പറയുന്നത്, അതായത് സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ആണ്, സർക്കിളാണ്. അതായത് ഇതുപോലെ ഡോട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഡോട്ട് മാറ്റി എനിക്ക് സ്ക്വയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അത് അൺഓർഡർ ലിസ്റ്റിന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്. ഓർഡർ ലിസ്റ്റിന് ഇങ്ങനത്തെ പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, അൺഓർഡർ ലിസ്റ്റിനുള്ള പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഓർഡേഡ് ലിസ്റ്റിന് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കുറച്ച് ചേഞ്ച് ആവും. അൺഓർഡർ ലിസ്റ്റിനുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഞാൻ അൺഓർഡർ ലിസ്റ്റിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് ഓർഡർ ലിസ്റ്റിനും ഇത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ ലിസ്റ്റിനും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ലിസ്റ്റ് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് ടൈൽ ടൈപ്പ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഡിസ്ക് എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡിഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഡിസ്ക് ആണ്. ഇനി സർക്കിൾ എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, സർക്കിൾ എന്ന് കൊടുത്തപ്പം ഇവിടെ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് റൗണ്ട് മാത്രമായിട്ട്, അതായത് ഫില്ല് ചെയ്തിട്ടില്ല. ഫില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കളർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഡിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ കളർ ഫില്ല് ചെയ്ത് വെക്കും. സർക്കിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വട്ടം മാത്രം ഇട്ടിട്ടുണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്ക്വയറും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സ്ക്വയർ നമുക്ക് കൊടുത്ത് നോക്കാം. ഓക്കെ, സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് സ്ക്വയറിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് ലിസ്റ്റിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് അൺഓർഡേഡ് ലിസ്റ്റിന് മാത്രമല്ല ഓർഡേഡ് ലിസ്റ്റിനും ഈ ഒരു പ്രോപ്പർട്ടി ബാധകമാണ്. ഓർഡേഡ് ലിസ്റ്റിന് എഴുതണമെങ്കിൽ ഓയിൽ പ്രോപ്പർട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ 1 2 3 എന്ന് പറഞ്ഞ നമ്പേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോമൻ എന്ന് കൊടുക്കാം. ഓക്കെ, റോമൻ ലെറ്റേഴ്സ് 6 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് റോമൻ ലെറ്റേഴ്സ് ഉണ്ട്. സ്മാൾ ലെറ്റർ റോമൻസും ഉണ്ട്, അതുപോലെ അപ്പർ കേസ് റോമൻ ലെറ്റേഴ്സും ഉണ്ട്. ഇനി നമുക്ക് ആദ്യം ലോവർ കൊടുക്കാം. ലോവർ കൊടുത്തപ്പം ഇവിടെ 1 2 എന്ന് പറഞ്ഞ ആ ലോവർ കേസുള്ള റോമൻ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പർ കേസും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ അപ്പർ, അതുപോലെ ലാറ്റിൻ ഉണ്ട്, റോമൻ ഉണ്ട്, ആൽഫ ഉണ്ട്. ഓക്കെ, നമുക്ക് അതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ടുണ്ട്. ഡീഫാൾട്ടായിട്ട് ഇതിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പർ ലാറ്റിൻ കൊടുത്തു നോക്കാം. ഇങ്ങനെയാണ് അപ്പർ ലാറ്റിൻ ABC എന്ന് പറഞ്ഞ രീതിയിൽ അപ്പർ ലാറ്റിൻ നമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, എനിക്കിത് ഇതിലേക്ക് വേണമെങ്കിൽ ഇനി ലോവർ ലാറ്റിൻ കൊടുക്കാം. ഓക്കെ, ഇനി ലോവർ ആൽഫ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഗ്രീക്ക് ലെറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഗ്രീക്ക് ലെറ്റേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആൽഫ, ബീറ്റ, ഗാമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ആൽഫ. ഓക്കെ, ലോവർ ആൽഫ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ലോവർ ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD ആൽഫബറ്റ്. ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റ് ആണ്. ഗ്രീക്കിലുള്ള ആൽഫ അല്ല, ആൽഫബറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, എനിവേ ഇതുപോലെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നമുക്ക് പല തരത്തിലുള്ള ലിസ്റ്റ് സ്റ്റൈൽ കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ലിസ്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ ലിസ്റ്റ് സ്റ്റൈൽസ് നമുക്ക് പല ഡിഫറെൻറ്റ് ഓർഡേഡ് ലിസ്റ്റിനാണെങ്കിലും അൺഓർഡേഡ് ലിസ്റ്റിനാണെങ്കിലും ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് അതിന് പല വാല്യൂസ് ഉണ്ട്. അതിലെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ഇതും നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ യൂസ് ആവുന്ന പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പിൽ നിങ്ങൾക്ക് ഇമേജസ് മാർക്കറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, ഇപ്പം നമ്മളിവിടെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ അകത്ത് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇമേജ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഡിഫാൾട്ട് കസ്റ്റമായിട്ട് എന്തെങ്കിലും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യണമെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് നമുക്ക് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് പെയിൻറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോകണം. ജസ്റ്റ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ പെയിൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഇമേജസ് ഒക്കെ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ JPEG-ൽ സേവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കംപ്രഷൻ ഉള്ളത് കൊണ്ട് ഫയൽ സൈസ് കുറച്ച് ചെറുതായിരിക്കും.
ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഫയല് ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് am.jpg എന്നാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിവേ ഇവിടെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അല്ല, ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ്. അതിനുശേഷം ഇവിടെ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം URL കൊടുക്കണം. CSSൽ എന്തൊരു കാര്യം ലിങ്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ URL എന്ന് പറഞ്ഞ് കൊടുക്കണം. URLൻ്റെ അകത്ത് നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു ഡബിൾ കോട്ട്സ് അതല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ടോ ഏത് കോട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യുന്നതിന് ശേഷം ഞാൻ സേവ് ചെയ്ത ഇമേജ് ഇവിടെയുണ്ട്. am.jpg എന്ന് പറയുന്ന ഇമേജ് ഇവിടെ കിടപ്പുണ്ട്. ഇത് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇവിടെ വരുന്നതായിരിക്കും. ഒരുപാട് വലുതായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റാത്തത്. ഓക്കെ, നമ്മുടെ ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കണം. ഓക്കെ, സോ ഒരുപാട് വലിയ സൈസിൽ ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ആകുന്നതല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറുതായിട്ട് 24px x 24px അതുപോലെ വളരെ ചെറിയ സൈസിലുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ ബെറ്റർ ആയിരിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസിൻ്റെ സൈസ് എത്രയാണ് കാണിച്ചു തരാം. 25x24. നിങ്ങൾക്ക് സ്ക്വയർ പിക്സൽ ആണെങ്കിൽ സെലക്ട് ചെയ്യാം. 25x25 അങ്ങനെ ഒരു 25 പിക്സൽസിൽ വിട്ടും ഹൈറ്റും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിട്ടും ഹൈറ്റും 25 px വളരെ കുറച്ചായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം അതുപോലെ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. പിന്നെ ഈ ഒരു എക്സ്റ്റൻഷൻ ചില സമയത്ത് വർക്കാവില്ല. അങ്ങനെ വർക്കാവാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നേരത്തെ ഞാൻ ഇവിടെ കൊടുത്തപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ പ്രോപ്പറായിട്ട് വർക്കാവാത്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് മോസ്റ്റ് കോമൺലി വരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇത് ക്ലോസ് ചെയ്യുക, വിഷ്വൽ സ്റ്റുഡിയോ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വർക്കാവും. ഓക്കെ, സോ ഇതുപോലെ ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രോപ്പറായിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൽ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ബ്രൗസറുകളിലൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുശേഷം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് ലിസ്റ്റ് സ്റ്റൈൽ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വലിയ പാരഗ്രാഫും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ലിസ്റ്റ് സ്റ്റൈലിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഡിസ്ക്രിപ്ഷൻ, ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പോവാണ്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഒരു 2-3 ലൈനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാരഗ്രാഫ് ഇവിടെ ആഡ് ചെയ്യുവാണ്. ഓക്കെ, അതുപോലെ തന്നെ താഴെയും പാരഗ്രാഫ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ എന്ന പ്രോപ്പർട്ടി 2 എണ്ണത്തിനും ബാധകമായിട്ടുണ്ട്. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിലും അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിലും ഈ പ്രോപ്പർട്ടി ബാധകമാണ്. ഓക്കെ, ഇതിലും ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ താഴത്തും ഒന്നും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. എല്ലാം സെയിം പാരഗ്രാഫ് തന്നെയാണ്, ഡിഫറെൻറ്റ് വേറെ പാരഗ്രാഫ് ഒന്നും വരത്തില്ല. ഓക്കെ, ഇപ്പം ഞാൻ 4 പാരഗ്രാഫ് ഇതുപോലെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കും. ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ. ഓക്കെ, ഡീഫാൾട്ടായിട്ട് ഈ പൊസിഷൻ എവിടെ പ്രൈസ് ചെയ്തേക്കെങ്കിൽ ഔട്ട്സൈഡ് ഇൻസൈഡ് എന്ന് പറഞ്ഞ 2 പ്രോപ്പർട്ടിയാണ് ഇതിന് മെയിനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ അതായത് ഓർഡർ ലിസ്റ്റിനും അൺഓർഡർ ലിസ്റ്റിനും ഒരുമിച്ച് കൊടുക്കാം ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇതിന് ലിസ്റ്റ് സ്റ്റൈൽ ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ 2 പ്രോപ്പർട്ടി വാല്യൂസ് ആണുള്ളത്. ഒന്നാമത്തേത് ഇൻസൈഡ്, അതുപോലെ തന്നെ ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരത്തില്ല, എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ്. പക്ഷേ ഇൻസൈഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഉള്ളിലേക്ക് വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതും ഈ ഡോട്ട് തുടങ്ങുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേ ലൈനിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇതിനെല്ലാത്തിനും അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിലും ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിലും 2നും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഇമേജ് തുടങ്ങുന്ന എവിടെയാണ്, ഈ ഒരു ലൈൻ, എല്ലാം സെയിം ലൈനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രോപ്പർട്ടിക്ക് ലിസ്റ്റ് സ്റ്റൈൽ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നൺ എന്നും കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാനിവിടെ ഓർഡേർഡ് ലിസ്റ്റിനാണ് ഈ പ്രോപ്പർട്ടി കൊടുത്തില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ അൺലോഡഡ് ലിസ്റ്റിനാണ് ഞാൻ ഈ പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡീഫാൾട്ടായിട്ട് അൺലോഡഡ് ലിസ്റ്റിന് എന്താണ് ഡിസ്ക് ആണ് വരുന്നത്. നമുക്ക് ലിസ്റ്റ് സ്റ്റൈൽ ഒന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് നൺ എന്ന് പറഞ്ഞ് കൊടുക്കാം. നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റിനാണെങ്കിലും ഓർഡേർഡ് ലിസ്റ്റിനാണെങ്കിലും ഈ പ്രോപ്പർട്ടി പോകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ അൺഓർഡേർഡ് ലിസ്റ്റിന് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൺഓർഡേർഡ് ലിസ്റ്റിന് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്ക് അത് പോയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്നും കൊടുത്തില്ലെങ്കിൽ നൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക് ഉണ്ടായിരിക്കും. സർക്കിളല്ല ഡിസ്ക് ഉണ്ടായിരിക്കും.
ഓക്കെ. സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് സ്റ്റൈൽ. ഈ കാര്യങ്ങളെല്ലാം ഷോർട്ട് ഹാൻഡ് ആയിട്ട് ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രോപ്പർട്ടിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അൺഓർഡർ ലിസ്റ്റ് ആണെങ്കിലും ഓർഡർ ലിസ്റ്റ് ആണെങ്കിലും നമുക്ക് ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ തന്നെ എഴുതാൻ സാധിക്കും. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലും അപ്പം ഞാനിവിടെ ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ പ്രോപ്പർട്ടി നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ജസ്റ്റ് കോളൻ ഇടുക. ലാസ്റ്റ് എന്താണ് നമ്മൾ സെമി കോളനാണ് ഇടേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രോപ്പർട്ടി എന്ത് ടൈപ്പ് ഓഫ് ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ അൺഓർഡർ ലിസ്റ്റിനും ഓർഡർ ലിസ്റ്റിനും കൊടുക്കുവാണ്. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ കൊടുക്കണം. ഇൻസൈഡിലാണോ ഔട്ട് സൈഡിലാണോ കൂടെ കൊടുക്കണം. അപ്പം ഇൻസൈഡ് എന്ന് ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി കൊടുക്കുമ്പം ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ അൺഓർഡർ ലിസ്റ്റിന് ആൾറെഡി പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വരാത്തത്. അത് ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുക പ്രോപ്പർട്ടി. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ലിസ്റ്റ് സ്റ്റൈൽ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതായത് സ്ക്വയർ ഇൻസൈഡ്. നമുക്ക് ഇമേജ് കൊടുക്കണമെങ്കിൽ ഇൻസൈഡിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഇമേജസ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സാധാരണ CSSൻ്റെ ഒരു റീഡിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കാണ്. അതായത് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തത് അതേ പ്രോപ്പർട്ടി തന്നെ താഴെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലിസ്റ്റ് സ്റ്റൈൽ സ്ക്വയർ ഇൻസൈഡ് എന്ന പ്രോപ്പർട്ടി UL ടാഗ് നമ്മൾ ആദ്യം കൊടുക്കുവാണ്. OL ടാഗിൻ്റെ പ്രോപ്പർട്ടി ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യണം. ഓക്കെ, UL ടാഗ് അതിന് മുമ്പ്. ഓക്കെ, ഇപ്പോൾ UL ടാഗിന് ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് OL ടാഗ് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. UL കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യം നമ്മൾ കൊടുത്തു ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സ്ക്വയർ ഇൻസൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് UL ടാഗിന് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന UL ടാഗാണ്, ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന UL ടാഗാണ്. ഇത് രണ്ടാമത്തെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഞാൻ കൊടുത്തു. എന്നിട്ട് അതിൽ നൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലിസ്റ്റ് സ്റ്റൈൽ റിമൂവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം കൊടുത്ത പ്രോപ്പർട്ടി CSSൽ ആദ്യം ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇവിടെ കൊടുക്കുമ്പോൾ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താകും, അതിനൊരു സ്ക്വയർ അതുപോലെ തന്നെ ഇൻസൈഡിലുള്ള ഒരു സ്റ്റൈൽ ആഡ് ചെയ്യും. അതിനുശേഷം ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ ഒരു ആഡ് ചെയ്തിട്ടുള്ള സ്ക്വയർ പ്രോപ്പർട്ടി എല്ലാം ഇവിടെ റിമൂവ് ചെയ്യും. ഓക്കെ, സോ CSS കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന മുകളിൽ നിന്ന് താഴേക്കാണ്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ എന്തുണ്ടാവും, നമ്മൾ മുകളിലൊരു പ്രോപ്പർട്ടി കൊടുത്തിട്ട് അതേ പ്രോപ്പർട്ടി തന്നെ താഴെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ചില ബിഗിനേഴ്സൊക്കെ കൂടി വരുമ്പോൾ ഒരു എൻ്റർ വെബ്സൈറ്റൊക്കെ കൂടി കഴിയുമ്പോൾ ഇത്തരം മിസ്റ്റേക്കുകളൊക്കെ മേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കോമ്പിനേഷൻ പ്രോപ്പർട്ടീസൊക്കെ എഴുതുമ്പോൾ, അതായത് ജസ്റ്റ് ഇങ്ങനെ കോമ ഇട്ടിട്ട് അടുത്ത പ്രോപ്പർട്ടി എഴുതുമ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയെ തന്നെ ഓവർകം ചെയ്യാനായിട്ട് താഴെ ഒരു പ്രോപ്പർട്ടി ഓവർറൈഡ് ചെയ്യുന്ന പോലെ ഇവിടെ താഴെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോപ്പർട്ടി മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടി മാത്രമേ വാലിഡ് ആയിട്ടുണ്ടാവുള്ളൂ. അതിന് മുകളിലേക്കുള്ള പ്രോപ്പർട്ടി നമ്മൾ രണ്ടും കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ ആരും അങ്ങനെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കും, CSS ടേബിൾസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ടേബിൾസിനെ കുറിച്ച് നമ്മൾ ആൾറെഡി HTML പഠിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അതിന് സ്റ്റൈൽസ് എങ്ങനെയാണ് CSS ഉപയോഗിച്ച് കൊടുക്കുന്നതെന്നായിരിക്കും നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. സീ യു ഇൻ കമന്റ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.